മലയാള സിനിമയിൽ പുതിയ ചരിത്രം കുറിക്കുകയാണ് മോഹൻലാൽ എന്ന നടൻ. അതിനപ്പുറം മോഹൻലാലിന്റെ ഒരു സിനിമ 30 ദിവസം കഴിഞ്ഞിട്ടും തിയേറ്ററിൽ വിസ്മയിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു എന്നതും അതിശയിപ്പിക്കുകയാണ്. ഇപ്പോൾ പല ചിത്രങ്ങളും 30 ദിവസം തിയേറ്ററിൽ നിൽക്കാൻ തന്നെ പാടുപെടുന്ന സമയമാണ് എന്നതുകൂടി ഓർക്കണം. മലയാളത്തിലെ പല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ച് ജൈത്രയാത്ര നടത്തുന്ന മോഹൻലാൽ തരുൺമൂർത്തി ടീമിന്റെ തുടരും മികച്ച പ്രതികരണം നേടിയ സിനിമ ഇതിനോടകം 200 കോടി ക്ലബിലും ഇടം പിടിച്ചു കഴിഞ്ഞിരുന്നു. ഏപ്രിൽ 25-ന് എത്തിയ സിനിമ ഒരു മാസം പിന്നിട്ടിട്ടും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. കേരളത്തിലെ തിയേറ്ററുകൾക്കൊപ്പം 5ാം വാരാന്ത്യത്തിലെ ഒക്യുപ്പൻസിയിൽ ഞെട്ടിക്കുകയാണ് ബാംഗ്ലൂരിലെ തിയേറ്ററുകളിലും. ഇപ്പോൾ ബാംഗ്ലൂരിലും ചെന്നൈയിലുമൊക്കെ ഞെട്ടിപ്പിക്കുകയാണ് തുടരുമെന്ന ചിത്രമെന്ന് പറഞ്ഞുകൊണ്ട് ട്രാക്കർമാർ എത്തിയിരിക്കുന്നത്. 30ാം ദിവസമായ ഇന്നലെ ബാംഗ്ലൂരിൽ തുടരും സിനിമയ്ക്ക് ഹൗസ്ഫുൾ ഷോകൾ ലഭിച്ചിരുന്നു. വരും ദിവസത്തെ ഷോകളിൽ പലതും ഫാസ്റ്റ് ഫില്ലിങ്ങും ആണ്. ഇത് ഷോ ആരംഭിക്കുന്ന സമയത്തേക്ക് ഹൗസ്ഫുൾ ആകാനും സാധ്യത ഏറെയാണ്. നിരവധി സിനിമകൾ തിയേറ്ററുകളിൽ ഇതിനോടകം വന്നു പോയിട്ടും തുടരും സിനിമയുടെ സ്വീകാര്യത ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് കാണിക്കുന്നതാണ് ഈ റിപ്പോർട്ടുകൾ. 31ാമത്തെ ദിവസവും സ്ഥിതി മാറ്റമില്ല. ബാംഗ്ലൂരു, ചെന്നൈ എന്നിവിടങ്ങളിലെ ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളാണ് കാണാൻ സാധിക്കുന്നത്. ഓൾ ടൈം ബ്ലോക്ക് ബാസ്റ്റർ സിനിമയായി മാറിയ തുടരുമെന്ന ചിത്രത്തിന് ഇപ്പോഴും ഈ ഒരു റെസ്പോൺസ് കിട്ടുന്നെങ്കിൽ അത്ഭുതമെന്നേ പറയാനുള്ളൂ. തെളിവ് സഹിതമാണ് ട്രാക്കർമാർ ഈ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ബുക്ക് മൈ ഷോ ബുക്കിംഗ് ആപ്പിൽ തന്നെ ഇത് കറക്റ്റായി വ്യക്തമായി കാണാവുന്നതുമാണ്. ചെന്നൈയിലും ബാംഗ്ലൂരു തുടങ്ങിയ സ്ഥലങ്ങളിലെ തിയേറ്ററുകളുടെ ലിസ്റ്റുകളാണ് പങ്കുവച്ചിരിക്കുന്നത്. എല്ലാം ഫാസ്റ്റ് ഫില്ലിങ്ങും സോൾഡ് ഔട്ടും കാണിക്കുന്നതുമുണ്ട്. കൂടാതെ ടിക്കറ്റ് ബുക്കിംഗിലും തുടരുമെന്ന ചിത്രം കേരളത്തിൽ പോലും അതിശയിപ്പിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. കാരണം പുതിയ ചിത്രങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ തിയേറ്ററിലേക്ക് എത്തിയിരുന്നു. നരിവേട്ടയും ഡിറ്റക്റ്റീവ് ഉജ്ജലിനുമൊക്കെ മികച്ച അഭിപ്രായങ്ങൾ നേടിയും ചെയ്തിരുന്നു. ഇതിനൊപ്പം തന്നെയാണ് തുടരുമെന്ന ചിത്രം മികച്ച ബുക്കിംഗ് കാഴ്ചവെച്ചുകൊണ്ട് ഈ അവസരത്തിലും ബോക്സ് ഓഫീസിൽ നിലയുറപ്പിക്കുന്നത്. നരിവേട്ടയ്ക്ക് മണിക്കൂറിൽ 4.12K ബുക്കിംഗുകൾ നടക്കുമ്പോൾ തുടരുമെന്ന ചിത്രം 1.72Kയുടെ ബുക്കിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡിറ്റക്റ്റീവ് ഉജ്ജലിനും 1.78Kയുടെ ബുക്കിംഗുകൾ നടത്തുന്നുണ്ടെന്ന് ഓരോ മണിക്കൂറിലെയും വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ബുക്ക് മൈ ഷോ നമുക്ക് റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരു മണിക്കൂറിലെ ടിക്കറ്റ് വിൽപ്പനയുടെ കണക്കുകൾ വരുമ്പോൾ 1.79K ടിക്കറ്റുകളാണ് തുടരുമെന്ന ചിത്രം വിൽപ്പന നടത്തുന്നത്. എന്നാൽ ഡിറ്റക്റ്റീവ് ഉജ്ജലൻ 1.28K ഒരു മണിക്കൂറിൽ ടിക്കറ്റ് സെയിൽ എന്ന രീതിയിലേക്ക് താഴ്ന്നു പോയിട്ടുമുണ്ട്. അവിടെ നരിവേട്ടയാണ് മണിക്കൂറിൽ ഗംഭീര ബുക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ 4.03K ടിക്കറ്റിലാണ് വിൽക്കുന്നതും. കൂടാതെ കഴിഞ്ഞ ദിവസം തുടരുമെന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 70 ലക്ഷമാണ് സ്വന്തമാക്കിയത്. ഈ അവസരത്തിൽ നരിവേട്ട എന്ന ചിത്രം 2ാം ദിവസം 1.7 കൂടിയും ഡിറ്റക്റ്റീവ് ഉജ്ജലൻ 2ാം ദിവസം 56 ലക്ഷവും പ്രിൻസ് ആൻഡ് ഫാമിലി 16ാം ദിവസം കഴിയുമ്പോൾ കഴിഞ്ഞ ദിവസം 52 ലക്ഷവും പടക്കളം 17ാം ദിവസം കഴിയുമ്പോൾ കഴിഞ്ഞ ദിവസം 45 ലക്ഷവും സ്വന്തമാക്കിയിരുന്നു. ഈ വിവരങ്ങളും ട്രാക്കർമാർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും തുടരുമെന്ന ചിത്രം നേടിയ ഒരു ഗംഭീര കളക്ഷനും റെസ്പോൺസും ഒക്കെ ബാക്കി എല്ലാ നടന്മാരും താരങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഇതുപോലൊരു റെസ്പോൺസ് അവരുടെ ചിത്രത്തിന് ലഭിച്ചിരുന്നെങ്കിൽ എന്ന്. കൂടാതെ തുടരുമെന്ന ചിത്രത്തിൽ വരാൻ പറ്റാതെ പോയ ചില ആൾക്കാരുടെ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അണിയറ പ്രവർത്തകർ എത്തിയിരുന്നു. അവർക്കൊക്കെ തുടരും വലിയൊരു മിസ്സാണെന്ന് പറയുകയും ചെയ്തു അവർ നേരിട്ട് തന്നെ. അതിൽ ചിലരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ എത്തിയത്. അവർക്ക് എന്തുകൊണ്ട് ഈ ചിത്രം മിസ്സായി എന്നത്. ലാലേട്ടനൊപ്പം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ മുഖം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് ഈ നടിമാരിലേക്ക് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ എത്തുന്നത്. അതിനായി ജ്യോതികയെയും മേതിൽ ദേവിയെയും സമീപിച്ചിരുന്നു. കഴിഞ്ഞ തവണ അവർ എന്തുകൊണ്ട് അഭിനയിച്ചില്ലെന്ന് മറ്റൊരാൾ ചോദിച്ചിരുന്നു. അവർ എന്തുകൊണ്ട് അഭിനയിച്ചില്ല എന്ന് അവരോട് പോയി ചോദിക്കണം എന്നാണ് ഞാൻ മറുപടി കൊടുത്തത്. അവർക്ക് ചിലപ്പോൾ ആ കഥാപാത്രം വർക്കായിട്ടുണ്ടാകില്ല, അത് അവരുടെ തീരുമാനമാണ് എന്ന് ബിനു പപ്പു പറഞ്ഞു. എന്നാൽ ശോഭന തന്നെയാണ് ഏറ്റവും മികച്ച കോമ്പിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മാതാവ് പോലും എത്തിയിരുന്നു. മോഹൻലാൽ ശോഭന കോംബോ വലിയ രീതിയിൽ വർക്കൗട്ട് ആകുകയും ചെയ്തിരുന്നു. അത് കാണാൻ കുറെ പ്രേക്ഷകർ കൂടുതൽ എത്തിയെന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഈ കോംബോയിലെ സീനുകൾ ഇപ്പോഴും കൈയടി നേടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സിനിമയിൽ ജ്യോതിക എത്താൻ പറ്റാത്തതിന്റെ വിശദീകരണം പറഞ്ഞുകൊണ്ട് തരുൺമൂർത്തിയോട് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്ന് തരുൺമൂർത്തി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ജ്യോതികയ്ക്ക് പക്ഷേ ഈ സിനിമ വലിയ മിസ്സായെന്നാണ് തരുൺമൂർത്തിയോട് ജ്യോതിക തന്നെ പറഞ്ഞത്. കാരണം അവർ ആ ചിത്രം കണ്ട് തരുൺമൂർത്തിയെ അങ്ങോട്ട് ക്ഷണിക്കുകയുണ്ടായി. എന്തായാലും മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയമായി തുടരുമെന്ന ചിത്രം മാറിക്കഴിഞ്ഞു. 115.78 കോടിയാണ് ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും തുടരുമെന്ന ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. 120 കോടി എന്നതിലേക്ക് നടന്നു കയറാൻ ഒരുങ്ങുകയാണ് തുടരും. വേൾഡ് വൈഡിൽ 230 കോടിയിലേക്കും എത്തുകയാണ് തുടരുമെന്ന ചിത്രം.